ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യുന്നത് ഒരു അടിപൊളി കേക്കാണ് കേട്ടോ. സ്ട്രോബെറി, വാനില, ചോക്ലേറ്റ് ഈ 3 ഫ്ലേവർ ഒന്നിച്ച് വരുന്ന ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യം ഒരു 1.5 കപ്പ് മൈദയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 1.5 കപ്പ് മൈദ എടുത്തിട്ട് നമുക്കൊരു അരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ തന്നെ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ബേക്കിംഗ് സോഡ 1 ടീസ്പൂണാണ്. പിന്നെ ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 1/8 ഉപ്പ് മതി കേട്ടോ. ടീസ്പൂൺ ഉപ്പ് മതി. അപ്പോൾ 1/4 ടീസ്പൂണിൻ്റെ പകുതിയാണത്. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കണം കേട്ടോ. പിന്നെ 4 മുട്ടയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ചെറിയ മുട്ടയായിരുന്നു കേട്ടോ. അപ്പോൾ 4 എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ എഗ് വൈറ്റ് മാത്രം എടുത്തിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ പാത്രം ഒന്ന് ചെരിച്ച് വെച്ചിട്ട് ഇതുപോലെ വിസ്ക് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി പതഞ്ഞ് നല്ല സെറ്റായിട്ട് വരും കേട്ടോ ഇതുപോലെ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ആയി കഴിയുമ്പോൾ എഗ് യോക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. 4 എഗ് യോക്ക് ഉണ്ട്. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച 1 കപ്പ് പഞ്ചസാര ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പതിയെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എഗ് യോക്കും ഷുഗറും എഗ് വൈറ്റും വാനില എസൻസും എല്ലാം കൂടെ നല്ലൊരു തിക്കായിട്ട് നല്ലൊരു ടെക്സ്ചറിലേക്ക് വരും. അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 തവണകളായിട്ട് ചേർത്തിട്ട് ഇതുപോലെ പതിയെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ്. ഒത്തിരി നേരം മിക്സ് ആക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ തേച്ചിട്ട് കേക്കിന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ. പിന്നെ നമ്മൾ കുക്കറിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റൊക്കെ പ്രീ ഹീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് 2-3 തവണകളായി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മോളൂടെ സഹായിക്കാൻ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവളെയും കൂടെ ചേർത്തു. നമുക്കൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ബാറ്റർ ഒരുപാട് തിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തു കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള സാധനങ്ങളാണ് കേട്ടോ എല്ലാം എടുക്കേണ്ടത്. ഫ്രിഡ്ജിലും വെച്ചിട്ടുള്ളതാണെങ്കിൽ മുന്നേ തന്നെ പുറത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റിൻ്റെ മിക്സിലേക്ക് കുറച്ച് ബാറ്റർ ചേർത്തൊന്ന് മിക്സ് ചെയ്യാൻ കേട്ടോ. ഒരു 3-1 വേണമെന്നില്ല, കുറച്ച് കുറവായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ പിന്നെ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് ബാറ്റർ എടുത്തിട്ട് അതിലേക്ക് സ്ട്രോബെറി ഫ്ലേവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് കേക്ക് ടിന്നിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു തവി വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാമായിരിക്കും കേട്ടോ നല്ലത്. ഇനി എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചോക്ലേറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിങ്ങനെ റൗണ്ടായിട്ട് നടുവിൽ ഒഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അതൊഴിച്ചിട്ട് പിന്നെ സ്ട്രോബെറി അതിൻ്റെ മുകളിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് കേട്ടോ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ട്രോബെറിയുടെ മിക്സും കൂടെ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഈ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി വൈറ്റ് ഒഴിക്കാം, ബ്ലാക്ക് ഒഴിക്കാം, അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ മിക്സ് എല്ലാം ഒഴിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഷേപ്പ് നമുക്കൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് എല്ലാം പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത കുക്കറിലേക്ക് നമുക്ക് നമ്മുടെ കേക്ക് വെച്ച് കൊടുത്തൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കറക്റ്റ് 30 മിനിറ്റ് ആയപ്പോൾ നമ്മളെ കേക്ക് റെഡിയായി കേട്ടോ. അപ്പോൾ ഇത് എയർ ബബിൾസ് മുഴുവനായിട്ട് പോകാത്തതുകൊണ്ട് തന്നെ ചെറിയ ഹോൾസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കേക്കിന്. പക്ഷെ നിങ്ങൾ നന്നായിട്ട് എയർ ബബിൾസ് കളയണം കേട്ടോ. കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക്